ഒരു ബണ്ണും ക്രീമും തിന്നാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ തിരക്കുണ്ടാക്കി നിൽക്കുന്ന ഒരു സാഹചര്യം. എന്തുകൊണ്ടാണ് ഈ ഒരു ബണ്ണിൻ്റെ ഒരു ബിസിനസ് ഐഡിയ ഇത്ര അറ്റൻഷൻ ഗ്രാബ് ചെയ്യാനുണ്ടായ റീസൺ? സോ ഇൻ ദിസ് വീഡിയോ വി ഗോണ ടോക്ക് അബൌട്ട് ദി ട്രെൻഡിങ് ടോപ്പിക് ബൺ മസ്ക. നമ്മളിവിടെ കേരളത്തിൽ യൂറോപ്പിൽ നിന്നും കാനഡയിൽ നിന്നുമായിട്ട് ഒരു കപ്പിൾ വന്നിട്ട് ഒരു പുതിയ പരിപാടി തുടങ്ങിയിരിക്കുകയാണ്. അവിടെ അവരുടെ ഹൈ പേയിങ് ജോബ്സും കരിയറൊക്കെ ക്വിറ്റ് ചെയ്തുകൊണ്ട് അവർ നാട്ടിൽ വന്നിട്ട് ഒരു ചെറിയ പരിപാടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതെ, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്നാക്കും അത് പ്ലസ് ടീയും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ചെറിയ രീതിയിൽ അവരുടെ സന്തോഷത്തിന് അവർ ചെയ്യുന്നൊരു ബിസിനസ്. നമ്മളിവിടെ കേരളത്തിലോട്ട് യൂറോപ്പിൽ നിന്നും കാനഡയിൽ നിന്നൊക്കെ അവരുടെ ഹൈ പേയിങ് കരിയേഴ്സൊക്കെ വിട്ടിട്ട് ഒരു കപ്പിൾസ് വന്നിട്ട് അവരുടെ കാറിൽ നിന്ന് ഒരു ചായയും ബണ്ണും പരിപാടിയൊക്കെ വിറ്റുകൊണ്ടിരിക്കുക, ചെറിയൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുക. അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സ്നാക്കും അതിൻ്റെ കൂടെ കുറച്ച് ചായയും കാര്യങ്ങളും ആൾക്കാർക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പുറമേ നിന്ന് കാണുന്ന ആൾക്കാർക്ക് ഇതൊരു ക്യൂട്ട് ലവ് സ്റ്റോറിയാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം വി ക്യാൻ കോൾ ഇറ്റ്സ് എ പ്രാക്ടിക്കൽ ബിസിനസ് ലെസൺ. ശരൺ ആൻഡ് ശ്രീലക്ഷ്മി അവർക്ക് ഓൾറെഡി ഇൻ്റർനാഷണൽ കരിയേഴ്സിൽ ഹൈ പേയിങ് ആയിട്ടുള്ള ജോബ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. സോ അവരൊരിക്കലും ഒരു ജോബ്ലെസ് ആയിട്ടോ അല്ലെങ്കിൽ ഡെസ്പറേറ്റ് ആയിട്ടോ നിൽക്കുന്ന ആളുകളായിരുന്നില്ല. ബട്ട് അവരും എല്ലാ ഓൺടർപ്രണേഴ്സിനെയും പോലെ വൺസ് അവർ റിയലൈസ് ചെയ്യാണ് ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു ഹൈ പേയിങ് ഇൻകമോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സംഗതി അല്ല എന്നുള്ളത്. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള സ്ഥലത്ത് ചെയ്യാൻ വേണ്ടി പറ്റുക, ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതൊക്കെയാണെന്നുള്ളത്. ആ ഒരു ഫ്രീ ഓഫ് ലൈഫ് ഒക്കെ ചൂസ് ചെയ്യാന്നുള്ള രീതിയിൽ ഒരു ഡിസിഷനിലാണ് ഇന്ന് അവർ ഒരു ഓൺടർപ്രണർഷിപ്പിലോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ബിസിനസ്സസ് ഡോണ്ട് ഡിമാൻഡ് കോംപ്ലക്സിറ്റി, ഇറ്റ്സ് ഡിമാൻഡ്സ് ക്ലാരിറ്റി. സോ ദേ റിട്ടേൺ ടു കൊച്ചി ആൻഡ് ഇവിടെ ചെറിയൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്തു. അത് സിമ്പിളായിട്ടുള്ള 3 കാര്യങ്ങളാണ്: ബൺ, ബട്ടർ, ചായ. ഇത് കാണുന്ന ആൾക്കാർ ലെക്കാണെന്നും വൈറലായതുകൊണ്ടാണെന്നും ഒക്കെ പല രീതിയിൽ ഇതിനെ പറയുന്നുണ്ടാവും. പക്ഷെ ഞാനിതിനെ നോക്കിക്കാണുന്ന അല്ലെങ്കിൽ നമ്മളിത് നോക്കിക്കാണുന്ന സമയത്ത് പ്യുവർ ഇൻ്റലിജൻസ് ആണ്. കാരണം ഇവരുടെ ഐഡിയ ക്ലിക്കാവാൻ കുറേ കാരണങ്ങളുണ്ട്. അത് നമുക്കൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫെമിലിയർ ടേസ്റ്റ് എന്നുള്ളതാണ്. ബൺ, ബട്ടർ, ചായ എന്നൊക്കെ പറയുന്നത് ആളുകൾക്ക് ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ള ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ റിസ്ക് എലമെൻറ്റ്സ് ഭയങ്കര കുറവാണ്. ആൻഡ് ഇതിൻ്റെ വലിയ റെസിപ്പീസും കാര്യങ്ങളൊന്നും ഒരുപാട് കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അതുപോലെ തന്നെ അഫോർഡബിൾ പ്രൈസിംഗ് എന്നുള്ളതാണ്. ഇവരുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് സ്റ്റുഡൻസ്, കപ്പിൾസ്, വർക്കിംഗ് പ്രൊഫഷണൽസ്, ഈ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരെന്ന് പറയുന്നത് അവരൊരു അഫോർഡബിൾ പ്രൈസിങ് ചൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ആൻഡ് അവിടെ അതൊരു ചീപ്പർ ആവുക അല്ലെങ്കിൽ വീക്കർ ആവുക എന്നുള്ളതിനൊക്കെ പുറത്തോട്ട് അതിൻ്റെ സ്കെയിലബിലിറ്റീനെ ഇൻക്രീസ് ചെയ്യുന്നതിലോട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് അവരുടെ അഫോർഡബിൾ പ്രൈസിംഗ് എന്ന് പറയുന്നത്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് സിമ്പിൾ മെനു എന്ന് പറയുന്നത്. കാരണം ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ട് കസ്റ്റമറെ കൺഫ്യൂസ്ഡ് ആക്കുന്നതിന് പകരം വളരെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള രീതിയിൽ 1-2 ഐറ്റംസ് മാത്രം പ്രൊവൈഡ് ചെയ്തിട്ട് അതിലോട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അവരെ ബൈ ചെയ്യിപ്പിക്കാനുള്ള കപ്പാസിറ്റി കൂട്ടുന്ന അല്ലെങ്കിൽ ബൈ ചെയ്യിക്കാനുള്ള ടെൻഡൻസി കൂട്ടുന്ന രീതിയിലോട്ടുള്ള സിമ്പിൾ മെനു ആണ് ഇവരുടെ എന്നുള്ളതാണ്. ആൻഡ് നാലാമതൊരു കാര്യം എന്ന് പറയുന്നത് എമോഷണൽ പ്രൊഡക്റ്റ് എന്നുള്ളതാണ്. കുറേ ആളുകൾക്ക് ഇതൊരു സ്നാക്ക് കഴിക്കുക എന്നുള്ളതിനപ്പുറത്തോട്ട് അവരുടെ ഒരുപാട് മെമ്മറീസും കാര്യങ്ങളൊക്കെ ഉള്ള നൊസ്റ്റാൾജിയുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണ് ഈ ബൺ, ബട്ടർ, മസ്ക അല്ലെങ്കിൽ പറയുന്ന പോലെ തന്നെ ചായ കുടിക്കുക, അതിൻ്റെ കൂടെ കഴിക്കുക എന്നൊക്കെ പറയുന്നത്. അത് ഭയങ്കര എസ്തറ്റിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അത് ഒരുപാട് ആൾക്കാർ ചൂസ് ചെയ്യുന്നതും അത് വീണ്ടും റിട്ടൻഷൻ കീപ്പ് ചെയ്യുന്നതൊന്നും അതിൻ്റെ ഭയങ്കരമായ ടേസ്റ്റ് കൊണ്ട് മാത്രമല്ല, അത് കഴിക്കുന്ന സമയത്ത് അവരുടെ ഒരുപാട് ഓർമ്മകളും നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഫീൽസും കാര്യങ്ങളൊക്കെ അവർക്ക് തിരിച്ചു വിളിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെന്നുള്ളതാണ്. അവർക്ക് ആ ഒരു കംഫർട്ട് ആവാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടെന്നുള്ളതാണ്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഈസ് സോഷ്യൽ മീഡിയ ഫിറ്റ് എന്നുള്ളതാണ്. ഒരുപാട് വലിയ മെനു അല്ലെങ്കിൽ ഒരുപാട് വലിയ ഡിഷസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്യാനും ഇത് കഴിക്കുന്നതിനെ കൂടുതൽ ആളുകളിലോട്ട് എക്സ്പ്ലോർ ചെയ്യിപ്പിക്കാനും ഷെയർ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എസ്തെറ്റിക്കലി മിനിമൽ ആയിട്ടുള്ളൊരു സംഗതി ആയതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ ആളുകളിലോട്ട് ഷെയർ ചെയ്യുകയും ഇത് യൂസ് ചെയ്യുക അല്ലെങ്കിൽ കഴിക്കുക എന്നുള്ള അപ്പുറത്തോട്ട് ഇതിനെ ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ ട്രൈ ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ്. ഇതിനെ ഫീച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ ട്രൈ ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ്. ആൻഡ് ഈ പറയുന്ന എല്ലാ ട്രെൻഡുകളും കൂടി ഒരുമിച്ച് വന്നപ്പോൾ, ഈ പറഞ്ഞ എല്ലാ ക്വാളിറ്റീസും കൂടി ഒരുമിച്ച് വന്നപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ഭയങ്കരമായ രീതിയിൽ വന്നു എന്നുള്ളതാണ് നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്തുകൊണ്ടാണ് ഇവരുടെ ഈ ഒരു ഐഡിയ, ഇവരുടെ ഈ ഒരു പ്ലേസ്മെൻറ്റ് ഭയങ്കര വൈറലായി എന്നുള്ളതിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഭയങ്കര ക്യൂട്ട് ആയതുകൊണ്ടാണോ? അതല്ലെങ്കിൽ ഇവർ സ്ട്രീറ്റ് ലൈറ്റിന് താഴെ വന്ന് ബണ്ണ് വിറ്റു എന്നുള്ളതുകൊണ്ടാണോ? അതുമല്ല. അല്ലെങ്കിൽ ബൺ മസ്ക ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള സ്നാക്ക് ആയതുകൊണ്ടാണോ? ഇതൊന്നുമല്ല. ഇതിൽ പ്രധാനമായിട്ടും 5 കാര്യങ്ങളുണ്ട്. സിംപ്ലിസിറ്റി, അഫോർഡബിലിറ്റി, നൊസ്റ്റാൾജിയ. അതുപോലെ തന്നെ ഇപ്പോഴത്തെ സ്ട്രീറ്റ് കൾച്ചറും സോഷ്യൽ മീഡിയ ബിഹേവിയറും ഇവരെ നല്ല രീതിയിൽ വൈറലാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത ടോപ്പിക്സാണ്. ഈ 5 കാര്യങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ഒരു ബിസിനസ്സിൻ്റെ സ്കെയിലബിലിറ്റിനെയും ഫീസിബിലിറ്റിനെയും ഇമ്പാക്റ്റ് ചെയ്യുന്നതിലുള്ള പ്രധാനപ്പെട്ട 5 സ്വീറ്റ് സ്പോട്ടിലാണ് ഇവർ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുകയും പൊസിഷൻ ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു വൈറാലിറ്റിയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട, അതായത് നമ്മൾ ഫൗണ്ടേഴ്സ് പഠിക്കേണ്ട 4 സ്ട്രാറ്റജിക്കൽ കീ ടേക്ക് അവേസ് ഉണ്ട്. ആദ്യത്തെ ലെസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴും ഒരു യുണീക്ക് പ്രൊഡക്റ്റ് വേണമെന്നൊന്നുമില്ല, പുതിയ ഇന്നോവേഷൻ കൊണ്ടുവരണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ആളുകൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെ
ആളുകൾക്ക് കുറച്ചും കൂടി അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു ബിഗ് ട്രാക്ഷൻ കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നതാണ്. രണ്ടാമത്തെ ലെസൺ എന്ന് പറയുന്നത് ഓപ്പറേഷണൽസിൽ നിങ്ങൾ ഒരുപാട് ഭയങ്കര വലിയ സിസ്റ്റംസും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്തിട്ട് അതിനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ഫെയിലിയർ ടെസ്റ്റ് സിറ്റുവേഷൻസ് ഉണ്ടാവും നിങ്ങളുടെ ബിസിനസ്സുകളിൽ. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ട് വലിയ കിച്ചണോ വലിയ കഫേ വലിയ മെനു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രോസസ്സിലോട്ട് ഒന്നും പോകാണ്ട് വളരെ സിമ്പിളായിട്ട് വളരെ മിനിമലായിട്ടുള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ള മെനു അവർ തന്നെ മേക്ക് ചെയ്ത് കൊടുക്കുന്ന രീതിയിലോട്ട് ഓപ്പറേഷനലി വെരി സിമ്പിളായിട്ടാണ് ഇവർ സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളതാണ്. ഇവർക്ക് പെട്ടെന്ന് സ്കെയിൽ ചെയ്യാനും പെട്ടെന്ന് മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് പറ്റുന്നതാണ്. നേരെ മറിച്ച് ഇവരൊരു വലിയ കഫേ വലിയൊരു പ്രോസസ്സിലോട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയായിരുന്നെങ്കിൽ ഒരുപാട് സമയം അതിന് വേസ്റ്റ് ആയിരുന്നു, ഒരുപാട് വലിയ സിസ്റ്റം ബിൽഡ് ചെയ്യണമായിരുന്നു, അതിൽ നിന്ന് അവർക്ക് ഫീസിബിലിറ്റി കിട്ടാൻ ഭയങ്കര പാടായിരുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു ലെസൺ എന്ന് പറയുന്നത് ഹൈ വോളിയം വിത്ത് ലോ മാർജിൻ ശരിക്കും വർക്ക് ആവുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഒരുപാട് ആളുകളോട്ട് ഇത് സെല് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, ഒരുപാട് ആളുകൾക്ക് എല്ലാ ദിവസവും എല്ലാ സമയത്തും ഡിമാൻഡ് ഉള്ളതും ആൻഡ് ഇതൊരിക്കലും റിഗ്രറ്റ് കിട്ടുന്ന അല്ലെങ്കിൽ ഒരു സാറ്റുറേഷൻ സംഭവിക്കുന്ന പ്രോഡക്റ്റ്സ് അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെറിയ മാർജിനിലാണെന്നുണ്ടെങ്കിലും ഹൈ വോളിയത്തിൽ സെയിൽസ് കൊണ്ടുവരാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ ട്രാക്ഷൻ കൊണ്ടുവരാൻ വേണ്ടി പറ്റുകയാണെന്നുണ്ടെങ്കിൽ ബിസിനസ്സിൽ നിങ്ങൾക്ക് നല്ല ഗ്രോത്തും സ്കെയിലബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നാലാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ പലപ്പോഴും ഒരു ഇന്നോവേഷൻ കൊണ്ടുവരിക, പുതിയ സംഗതികൾ ഇമ്പോർട്ട് ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത് വേറൊരു സ്ഥലത്തുള്ള കൾച്ചർ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് ആളുകൾക്ക് അത്രയും അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ എപ്പോഴും അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ നമ്മളുടെ നാട്ടിലുള്ള നമ്മളുടെ കൾച്ചറുമായിട്ട് ഫിറ്റ് ആയിട്ടുള്ള നമ്മുടെ കൾച്ചറുമായിട്ട് അലൈൻഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളും സർവീസുകളുമൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മാർക്കറ്റിൽ അഡോപ്റ്റ് ചെയ്യാൻ നമ്മളുടെ മാർക്കറ്റിൽ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമ്മളുടെ ഈ ഒരു ബൺമസ്കയുടെ സ്റ്റോറിൽ നോക്കുന്ന സമയത്തും ആളുകൾക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ആളുകളുടെ കൾച്ചറുമായിട്ട് ഫിറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ കൊണ്ടുവന്നപ്പോൾ ആളുകൾ അത് സ്വീകരിക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. എ സിമ്പിൾ പ്രൊഡക്റ്റ് വിത്ത് പ്രെഡിക്റ്റബിൾ ഡിമാൻഡ്, ലോ ഫ്രിക്ഷൻ ആൻഡ് സ്ട്രോങ് എമോഷൻ. ചില സമയത്ത് ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് പുതിയ സംഗതി യുണോവേഷൻ യുണീക്നെസ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ എന്നതിനപ്പുറത്തോട്ട് ഓൾറെഡി മാർക്കറ്റിലുള്ള സംഗതികളായിക്കോട്ടെ അല്ലെങ്കിൽ ഫെമിലിയർ ആയിട്ടുള്ള സംഗതികളായിക്കോട്ടെ അല്ലെങ്കിൽ പുതിയ പഴയ കാര്യങ്ങളായിക്കോട്ടെ ഓൾഡ് ഏജ് കാര്യങ്ങളായിക്കോട്ടെ ഇതെല്ലാം തിരിച്ച് നമ്മളുടെ കൾച്ചറുമായിട്ട് അഡോപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന രീതിയിലോട്ട് ഇന്നത്തെ കാലത്ത് എങ്ങനെ അത് ഏറ്റവും ഭംഗിയായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നു എന്നതിലൂടെയൊക്കെ നിങ്ങൾക്ക് ഓണ്ടർപ്രണർഷിപ്പിനെ ക്രാക്ക് ചെയ്യാനും സ്കെയിൽ ചെയ്യാനും ഫീസിബിലിറ്റി കൊണ്ടുവരാനും അതുപോലെ തന്നെ അതിൽ നിന്ന് ഒരുപാട് പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യാനും വേണ്ടി പറ്റുന്നതാണ്. ഇത് തന്നെയാണ് നമ്മുടെ ബൺമസ്ക കപ്പിളും ചെയ്തിട്ടുള്ളത്, ചായ് കപ്പിളും ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് അവരുടെ ഐഡിയ വർക്ക് ആവുകയും അവരുടെ ബിസിനസ് പ്ലാൻ ഇൻ്റലിജൻ്റ് ആയിട്ട് അവർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റി എന്നുള്ളതാണ്. സോ നിങ്ങളൊരു ഫൗണ്ടർ ആണെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് ഓണർ ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് വലിയ സ്കെയിലിൽ ഒരു ബിസിനസ് തുടങ്ങുക എന്നുള്ളതാണെങ്കിൽ അതിന് മുന്നേ നിങ്ങൾ ചിന്തിക്കേണ്ടത് അതിൻ്റെ ഒരു സ്മോൾ സ്കെയിൽ മാർക്കറ്റ് എൻട്രിക്ക് ഏറ്റവും അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫാസ്റ്ററായിട്ട് തുടങ്ങാൻ പറ്റുന്നൊരു പൊസിഷനിങ് നിങ്ങൾ ചെയ്യുക, മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യുക ആൻഡ് അതിൽ നിന്ന് നിങ്ങൾക്ക് മാക്സിമം ഇൻപുട്സ് എടുക്കുക, ഫീഡ്ബാക്സ് എടുക്കുക, കസ്റ്റമറുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്യാൻ ട്രൈ ചെയ്യുക, എമോഷൻസ് അല്ലെങ്കിൽ ആളുകൾക്ക് സ്റ്റോറീസ് സെല് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മളിന്ന് പറഞ്ഞ ഓരോ ലെസൺസും ഞാനൊന്ന് ടേക്ക് അവേ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സും ഇതുപോലെ ആളുകൾ സ്വീകരിക്കും. ആളുകളുടെ മുന്നിൽ ആളുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബ്രാൻഡ് അംബാസഡേഴ്സ് ആവും. നിങ്ങളുടെ ബിസിനസ് ഫ്ലറിഷ് ചെയ്യുകയും ചെയ്യുന്നതാണ്.